വ്യാഖ്യാനവും പരിഭാഷകളുമായി എഴുതി നിറച്ച രാമായണ പുസ്തകങ്ങളാണ് സംസ്കൃത പണ്ഡിതനും എഴുത്തുകാരനുമായ ഡോക്ടർ വി.എസ്. ഇടക്കിടത്തിൻ്റെ കൊല്ലം കൊട്ടാരക്കര ലിപിയിലെ എഴുത്തുമുറിയിലേറെയും. വാൽമീകി രാമായണത്തിലെ ഓരോ കാണ്ഡങ്ങളും പരിഭാഷപ്പെടുത്തിയിട്ടുള്ള ഇദ്ദേഹം മഹാരാമായണ വിവർത്തനത്തിൻ്റെ പണിപ്പുരയിലാണ് ഇപ്പോൾ. വാൽമീകി രാമായണത്തിൽ ഭക്തി എന്നതിന് യാതൊരു സ്ഥാനവുമില്ല. ഇടയ്ക്കിടയ്ക്ക് പിന്നെ വാൽമീകി രാമായണത്തിൽ പറയുന്ന വേറൊരു കാര്യം, രണ്ട് വർഗ്ഗങ്ങളെക്കുറിച്ചേ അവർ പറയുന്നുള്ളൂ, ബ്രാഹ്മണനും ക്ഷത്രിയനും. അധ്യാത്മരാമായണം വരുമ്പോഴത്തേക്ക് അതായത് ഈ വാൽമീകി രാമായണത്തിൽ തന്നെ കുറേ കൂട്ടിക്കലർത്തലുകൾ നടത്തിയിട്ടുണ്ട്. മഹാരാമായണം പഠിച്ചിട്ട് വേണം വേദങ്ങളും ഉപനിഷത്തുകളും ഒക്കെ പഠിക്കാനെന്നാണ് പറയുന്നത്. രോഗക്കിടക്കയിൽ കിടന്നാണ് പൊടിഞ്ഞു തീരാറായ ഒരു രാമായണ ഗ്രന്ഥം ഡോക്ടർ വി സുരേന്ദ്രൻ ഇടക്കിടമെന്ന വി.എസ്. ഇടക്കിടം ആദ്യമായി വായിച്ചു തീർത്തത്. അതിലെ കഥാപാത്രങ്ങളിലും സംഭവ വികാസങ്ങളിലും ആകർഷനായ അദ്ദേഹം ഇന്ന് രാമായണത്തെ ആസ്പദമാക്കി എഴുതി തീർത്ത പുസ്തകങ്ങൾ അനവധിയാണ്. പല രാമായണ വിവർത്തനങ്ങളും അപൂർണവും അവ്യക്തവുമാണെന്ന തോന്നലിൽ നിന്നാണ് രാമായണ കാണ്ഡങ്ങളെ ഇടക്കിടം വിവർത്തനം ചെയ്തത്. എഴുത്തച്ഛൻ്റെ രാമായണം ഭക്തികാവ്യമെങ്കിൽ അതിനപ്പുറമുള്ള വാൽമീകി രാമായണത്തോടാണ് വി.എസ്. ഇടക്കിടത്തിന് താല്പര്യം. രാമായണത്തിലെ തൻ്റെ ഇഷ്ടകഥാപാത്രം ആരെന്ന് ചോദിച്ചാൽ അത് രാമനോ രാവണനോ അല്ല. രാമായണത്തിലെ ഏറ്റവും പ്രധാന കഥാപാത്രം ഹനുമാൻ തന്നെയാണ്, യാതൊരു സംശയമില്ല കാര്യത്തിൽ. രാമായണത്തിലെന്നല്ല, ഇവിടെ പൗരാണിക സാഹിത്യം മൊത്തം പരതിയാൽ ഹനുമാനെ പോലെ എടുത്തു പറയത്തക്ക, അതായത് ലൗകിക അലൗകിക ശക്തികൾക്കെല്ലാം ഉടമയായ ഒരു കഥാപാത്രം വരെ ഉണ്ടായിട്ടില്ല. രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ഗരുഡനാണ്, മഹാഭാരതത്തിലെ ഗരുഡൻ. അപ്പം രാമൻ തന്നെ ചോദിക്കുന്നുണ്ട് ഹനുമാനോട്, എനിക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളാണല്ലോ നീ ചെയ്തിരിക്കുന്നത്. സംസ്കൃതത്തിൽ ബിരുദവും ബിരുദാനന്തര ബിരുദങ്ങളും നേടിയ വി.എസ്. ഡോക്ടറേറ്റ് നേടിയത് ഉപനിഷത്ത് പഠനത്തിലാണ്. വരാഹപുരാണം, ഗരുഡപുരാണം, ഭാസനാടകമഞ്ജരി, ശങ്കരാചാര്യരുടെ ശിവാനന്ദ ലഹരി തുടങ്ങി 20-ലധികം പുസ്തകങ്ങൾ എഴുതി. സ്കൂൾ, കോളേജ്, സർവകലാശാല സംസ്കൃത അധ്യാപകനായിരുന്നു വി.എസ്. ഇടക്കിടം. ഭാഷായോഗം വാസിഷ്ഠം എന്ന പുതിയ പുസ്തകത്തിന്റെ രചനയിലാണിപ്പോൾ. വി.എസ്. ഇടക്കിടത്തിന്റെ എല്ലാ പുസ്തകങ്ങളുടെയും ആദ്യ വായനക്കാരി മുൻ അധ്യാപിക കൂടിയായ ഭാര്യ പുഷ്പകുമാരിയാണ്. മൾട്ടിമീഡിയ അധ്യാപകനായ ആർട്ടിസ്റ്റ് സൂരജിനും അച്ഛൻ്റെ എഴുത്തേറെ ഇഷ്ടമാണ്, പ്രത്യേകിച്ച് രാമായണ വിവർത്തനങ്ങൾ. ക്യാമറമാൻ പ്രദീപ് വാളത്തുകളിനൊപ്പം സുജിത് സുരേന്ദ്രൻ, അമൃത ന്യൂസ്, കൊല്ലം.